ശശി നിരീക്ഷണത്തിലാണ്. കാരണം UDF-ലേക്ക് അദ്ദേഹം ചേക്കേറുമോ എന്ന പേടിയിലാണ് CPIM. അതുകൊണ്ട് മുഴുവൻ സമയവും പാർട്ടിയുടെ കണ്ണുകൾ PK ശശിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നാണ് അറിയുന്നത്. നിലവിൽ പാലക്കാട് സർപ്രൈസായി പലതുമുണ്ടെന്ന് കോൺഗ്രസ് മറുപടികൾ സംശയം കടുപ്പിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ മണ്ണാർക്കാട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിയുന്നത്. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത CPM പ്രവർത്തകനായ അഷ്റഫിനെ PK ശശി അനുകൂലി എന്നാണ് പാർട്ടി നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. കലാപശ്രമം, അനധികൃത സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് അഷ്റഫിൽ ചുമത്തിയിരിക്കുന്നത്. ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ CPM-നെയും DYFI-നെയും വെല്ലുവിളിച്ച് PK ശശി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് ഈ സംഭവം. മണ്ണാർക്കാട് സജീവ സാന്നിധ്യമായി ഉണ്ടാകുമെന്ന് പറഞ്ഞ PK ശശിയുടെ ബിഗ് ബി സിനിമയിലെ ഡയലോഗാണ് നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നത്. പിന്നാലെ DYFI-യുടെ പ്രാദേശിക ലോക്കൽ നേതാക്കൾ ശശിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതിന് ആ അഴിമതിയുടെ ഭാഗമായി നിങ്ങൾക്ക് വലിയ പ്രതിരോധമുണ്ടായപ്പോൾ നിങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില ഗിമ്മിക്കുകൾ കാണിച്ചു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. DYFI സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. DYFI അഴിമതിക്കെതിരെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, നാളെയും പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനും ഞങ്ങൾ പോകുന്നില്ല. ഈ വാക്പോര് ശക്തമായി നിലനിൽക്കെയാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിനെത്തിയ അഷ്റഫ് ഇവിടെ ആക്രമണം നടത്തിയത്. ഒരു പിടിയും തരാതെയാണ് ശശി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ അദ്ദേഹം പാർട്ടി വിടുന്നില്ല എന്നുള്ള നിലപാട് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്തോ മനസ്സിൽ ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രാദേശിക രാഷ്ട്രീയ പോരിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദുൽഗിഫിൽ ഫേസ്ബുക്കിലൂടെ അഭിപ്രായം വ്യക്തമാക്കി. അതിങ്ങനെ: നാറിയവനെ പേറിയാൽ പേറിയവനും ക്വസ്റ്റ്യൻമാർക്കാണ്. CPM-ലെ സഹപ്രവർത്തക നൽകിയ പീഡന പരാതിയുടെ ഭാഗമായി പാർട്ടി അന്വേഷണത്തിൽ പീഡന പരാതി കള്ളമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അച്ചടക്ക നടപടിക്ക് വിധേയമാവുകയും ചെയ്ത പാലക്കാട് ജില്ലയിലെ CPM നേതാവായ PK ശശി UDF-ലേക്ക് എന്ന തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത UDF-നെ ദുർബലപ്പെടുത്താനുള്ളതാണ് എന്നതിൽ സംശയമില്ല. PK ശശി കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെടുകയോ കോൺഗ്രസിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല, ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്കാരനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ്. ഇത്തരം വാർത്തകൾ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 9 വർഷത്തെ ദുർഭരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അനിവാര്യമായ പരാജയത്തിന്റെ പ്രത്യാഘാതം കുറയ്ക്കാനുള്ള രക്ഷാപ്രവർത്തനമാണ്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചോ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, PK ശശിയെ പോലെ സ്ത്രീ പീഡന ആരോപണം നേരിടുന്നവർക്ക് പരവതാനി വിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവരുത്. ഇതായിരുന്നു ആ പോസ്റ്റ്. ഇതിനോട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അല്ല, ഒന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടല്ലത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വിഷയത്തിനെ പറ്റിയിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം പറയാനും കഴിയില്ല. ഇപ്പോൾ പറയുന്നത് ഒരു അഭിപ്രായം പറയുന്നത് വളരെ ഇമ്മച്ചുവേർഡ് ആയിരിക്കും. കാരണം കോൺഗ്രസിൽ ചേരണമെന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് സംസാരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഒരു വേദിയിൽ, പൊതുവായ വേദിയിൽ വന്നു. ഇനി അത് മാത്രമല്ല, നിങ്ങൾ അതിൽ അങ്ങനെ പരിമിതപ്പെടുത്തണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരുപാട് സർപ്രൈസ് സെൻ്ററുകൾ വരാൻ പോവുകയല്ലേ. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിന് തന്നെ നിങ്ങളിപ്പം ഇത്രയും ഹാലിളകുകയാണ് എങ്കിൽ, ഇത്ര വലിയ വാർത്തയാവുകയാണ് എങ്കിൽ, അപ്പം ബാക്കിയുള്ള ചിത്രം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സർപ്രൈസ് സെൻ്ററുകൾ പാലക്കാട് നിന്നുണ്ടാകും. അതായത് VK ശ്രീകണ്ഠനും ഇക്കാര്യം പറഞ്ഞിരുന്നു, പല നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് അത് സ്വപ്നലോകത്തെ ബാലഭാസ്കരനാണ് VK ശ്രീകണ്ഠൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിലിരിക്കുന്നത്. ഇതുപോലെ പറഞ്ഞതായിരുന്നല്ലോ, സർവേയിലും ഒക്കെ 3-ാം സ്ഥാനത്തായിരിക്കുമെന്ന് പറഞ്ഞ് CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച ആളുകളെ പരാജയപ്പെടുത്തിയിട്ടല്ലേ ശ്രീ VK ശ്രീകണ്ഠൻ ഇപ്പോൾ പാർലമെൻറ്റിലിരിക്കുന്നത്.
അത് സ്വപ്നലോകമല്ലല്ലോ, അതൊരു യാഥാർത്ഥ്യ ലോകമാണല്ലോ, ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണല്ലോ. പിന്നെ ജില്ലാ സെക്രട്ടറി തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ പങ്കുവച്ചിരുന്നല്ലോ, അത് നടന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ ഈ അടുത്ത കാലത്തായിട്ടൊന്നും പൂവണിയാത്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു അദ്ദേഹമായിട്ടൊരു വാദപ്രതിവാദത്തിനില്ലല്ലോ. നിങ്ങൾ കാണാൻ പോകുന്ന, അനുഭവിച്ചറിയാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ. ഇപ്പോൾ ശശിക്കെതിരെ മുമ്പ് പറഞ്ഞൊക്കെ റദ്ദ് ചെയ്യുന്നു എന്നാണോ ഇതിന് അർത്ഥം? ആ വിഷയത്തെ പറ്റി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആ സമയത്ത് മാത്രം ആലോചിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അന്നേരം മാത്രം ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ്. അത് അന്നേരം നമുക്ക് ആലോചിച്ചിട്ട് പറയാം. അതൊരു രാഷ്ട്രീയ നേതാവ് കുറെ കാലമായിട്ട് MLA ആയും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പി കെ ശശി വന്നാൽ അത് ഈ പാർലമെന്ററി രംഗത്തും എല്ലാം ഗുണം ചെയ്യും എന്നാണോ വിലയിരുത്തുന്നത്? ഒരുപാട് ആളുകളുടെ വരവുണ്ടാകാൻ പോകുന്നു. കാരണം CPM-നകത്ത് പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഇപ്പം നമ്മൾ പിന്നെ ഈ ലാവയൊക്കെ പൊട്ടി ഒഴുകുന്നതിന് മുമ്പുണ്ടാകുന്ന ചില അസ്വസ്ഥതകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഒരു അഗ്നിപർവ്വതം കണക്കെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ CPM-നകത്ത് പുകയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനകീയരായ ഒരുപാട് ആളുകൾ ജനകീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരും. ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിക്ടറി ഈ ത്രിതല പഞ്ചായത്തിലും അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും ഐക്യജനാധിപത്യ മുന്നണിക്ക് കൊടുത്തിരിക്കുന്നൊരു വാക്കുണ്ട്. പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പർ സീറ്റുകളുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പറയുന്ന പാലക്കാട് ജില്ലയുടേത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജില്ലയിൽ നിന്നുള്ള MP-യും ജില്ലയിൽ നിന്നുള്ള MLA എന്ന നിലയിൽ ഞാനടക്കമുള്ള ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും സംസ്ഥാന UDF നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പറുമായിട്ട് ഞങ്ങൾ വരും. അതിന് സഹായകമാകുന്ന ഒരുപിടി ആളുകൾ വരും ദിവസങ്ങളിൽ.